കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഇന്നിപ്പോൾ അക്ഷയ തൃതീയ. അത്യാവശ്യവും അതിലധികവും തിരക്കും ബഹളവും എല്ലാം കൂടിയാണ്. കല്യാണങ്ങളുടെ അതിപ്രസരണം, അങ്ങനെ എല്ലാം കൊണ്ടും തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് ഇന്ന്. വളരെയധികം തിരക്കായിരുന്നു. ഒരുപാട് സമയം രാവിലത്തെ ശീവേലി 6 മണിക്ക് തുടങ്ങിയത്, 6-6:15 തുടങ്ങിയത് 9:30 വരെ ശീവേലി മേളമായിട്ട് നീണ്ടു. വളരെ മനോഹരമായ മേളമായിരുന്നു. അത് കഴിഞ്ഞ് 10-10:30 9:45 പന്തീരടിയായി. ആ പന്തീരടി പൂജ കഴിഞ്ഞത് 10:15-10:30 കഴിഞ്ഞിട്ടാണ്. പിന്നെ ഉച്ചപൂജയായി. അങ്ങനെ എല്ലാം കൊണ്ടും വന്ന ആളുകളൊക്കെ മിക്കവാറും ആളുകൾ അത്യാവശ്യം സമയം 4-5 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഇന്നത്തെ ദർശന സൗഭാഗ്യം നേടിയിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അക്ഷയ തൃതീയല്ലേ, അപ്പോൾ ഒരു ദിവസം കുറച്ച് ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല. ഭഗവാനെ കാണാൻ പറ്റുന്ന ആ ഒരു അവസരം ഒഴിവാക്കണ്ടല്ലോ എന്ന് കരുതി വന്ന ആളുകളാണ്. അങ്ങനെ ഇപ്പം നട അടച്ചേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ വലിയ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനത്തിന് ഒക്കെ ഒന്ന് നോക്കാം. ദർശനമൊക്കെ നടത്തിയിട്ട് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ കിഴക്കേ നടയിലൂടെ തന്നെ അങ്ങനെ നമ്മൾ അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വരുമ്പോൾ ശ്രീലകത്തു നിന്നുള്ള ആ പ്രകാശം നമ്മളിലേക്ക് എത്തുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടതുവശത്തുള്ള ആ മേൽപ്പത്തൂരിൻ്റെ ആ പീഠം കാണാം. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അതിനുശേഷം വലതുവശത്തുള്ള നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ തന്നെ പറ്റൂ. അറിയുന്ന ആളുകൾക്ക് അതൊന്ന് പ്രതീക്ഷിച്ച് നോക്കാമെന്നല്ലാതെ കാഴ്ചയിൽ അങ്ങനെ പെട്ടെന്ന് കാണുന്നതല്ല ഇത് രണ്ട് ഭാഗവും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മാത്രമേ കാണാൻ കഴിയൂ. തിരക്കിനിടയ്ക്കൊക്കെ കാണാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. പലരും അവിടുന്ന് അത് കഴിഞ്ഞ് വന്നിട്ടാണ് പറയുക, പിന്നീട് അങ്ങോട്ട് പോകാനും പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ടില്ല വെച്ചിട്ട് കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം ഓരോന്നായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം മേൽപ്പത്തൂരിനെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആദ്യം തൂണ് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ കണ്ട് വരിക. അത് കഴിഞ്ഞാൽ നമ്മളിനി നേരെ ശ്രീലകത്തേക്ക് നോക്കുക. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കാൽപാദങ്ങൾ ഇങ്ങനെ കാണാനുണ്ട്. അതേപോലെ കാൽവളകൾ അണിഞ്ഞ കാൽപാദങ്ങളാണ്. അങ്ങനെ പട്ട് കോണകമൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ട് നല്ല വീതിയുള്ള കിങ്ങിണി അരമണിയൊക്കെയാണ്. അതിങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. അതുപോലെ കൈവളകൾ 2 അണിഞ്ഞിട്ടുണ്ട്. 2 കൈവളകൾ. ഒരു കയ്യിൽ വെണ്ണയുണ്ട്, മറു കയ്യിൽ ഓടക്കുഴലുണ്ട്. അപ്പോൾ ഒന്ന് വെണ്ണക്കണ്ണനായിട്ടാണ് ശ്രീലകത്ത് ഭഗവാന്റെ നിൽപ്പ്. അങ്ങനെ നോക്കുമ്പോൾ കഴുത്തിൽ ഒരു വളയം പോലത്തെ മാലയുണ്ട്, ഒരു പതക്കം പോലത്തെ മാലയുണ്ട്. പിന്നെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്, കിരീടം അണിഞ്ഞിട്ടുണ്ട്, പീലിത്തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ട് 2 വെളുത്ത പൂവ് കൊണ്ടുള്ള ആ തിരുമുടി മാലകളാണ് കാണാനുള്ളത്. പിന്നെ ഒരു തുളസിമാല, അതേപോലെ നല്ല ഉണ്ടമാലകളുണ്ട്. വെളുത്ത പൂവും തുളസിയായിട്ടുള്ള 2 ഉണ്ടമാലകൾ കാണാനുണ്ട്. അങ്ങനെ നല്ല മഹത്തായ ഒരു കളഭാലങ്കാര രൂപം. ആ വെണ്ണക്കണ്ണ് നിറയെ വെണ്ണയാണ് കേട്ടോ. വലിയ കയ്യിൽ ഒരു ഉരുളയല്ല, ഒരുപാട് വലിയ ഉരുളയാണ്. അപ്പോൾ എല്ലാ ഭക്തർക്കും വെണ്ണ തരാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നിൽക്കുന്നതേ. വളരെ മനോഹരമായ പുഞ്ചിരിയോട് കൂടിയിട്ടാണ് എല്ലാവരും. കുട്ടികളൊക്കെ വരൂ, കുട്ടികൾക്കൊക്കെ ഞാൻ വെണ്ണ തരാമെന്ന്. ഭഗവാന്റെ കുട്ടികളാണല്ലോ നമ്മൾ. അപ്പോൾ ആ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടേ, അക്ഷയ തൃതീയല്ലേ, എല്ലാവർക്കും പൊന്നിപ്പോൾ എല്ലാവർക്കും തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വെണ്ണ തരാം എന്നാണ് പറയുന്നത് ഭഗവാൻ. അപ്പോൾ എല്ലാവരും വാങ്ങിക്കോളൂ. ആ കിട്ടുന്നത് എന്തായാലും അതൊക്കെ വാങ്ങുക. അങ്ങനെ അവിടെ നിന്ന് തൊഴുക. അകത്തേക്ക് നോക്കിയിട്ട് നമ്മൾ ഇപ്പോൾ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങോട്ട് ചിന്തിക്കുക. അപ്പോൾ അവിടെ നിന്ന് തൊഴുന്ന ആ പ്രതീതി നമുക്ക് അനുഭവപ്പെടും. ആ ഗുരുവായൂരപ്പൻ്റെ വെണ്ണക്കണ്ണൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി താഴത്തേക്ക് വരുമ്പോൾ ബലിക്കല്ല് കാണാം. അഗ്നികോണിലേക്ക് നോക്കിയിട്ടൊന്ന് തൊഴുക.
പിന്നെ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുക. അത് കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. അതേപോലെ അങ്ങനെ വരുമ്പോൾ വിഘ്നേശ്വരൻ്റെ അടുത്ത് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോൾ നല്ല അലങ്കാരമാണ്. ചന്ദനം കൊണ്ട് മുഖമൊക്കെ ഇങ്ങനെ മിനുക്കി വെച്ചിട്ടുണ്ട്. ആ തുമ്പിക്കൈയും ഒക്കെ കളറൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുള്ള അലങ്കാരം. നിറയെ അർച്ചനപ്പൂക്കൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് തൊഴുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് തൊഴുതു. അതിനുശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ ആ ചെറിയ ഗണപതീനെ കാണാം. അതൊന്ന് തൊട്ട് തലോടി തൊഴാം. പിന്നെ മത്സ്യാവതാരം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള അവതാരങ്ങൾ ഇങ്ങനെ കാണാം. അതൊക്കെ കണ്ട് തൊഴാം. വേണമെങ്കിൽ തൊട്ട് തൊഴാം. അത്രയ്ക്കും സൗകര്യമുള്ള സമയമാണ്. അത് കഴിഞ്ഞാൽ മേൽശാന്തിയുടെ അവിടെ വന്നിട്ട് അർച്ചന പ്രസാദം വാങ്ങാം. ഇന്ന് മുന്നൂലം ഭവേഷോദിക്കനാണ് കളഭാലങ്കാരം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അർച്ചന പ്രസാദം വാങ്ങാം. ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെ. മേൽശാന്തി കാവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ആ വാമനാവതാരമൊക്കെ കണ്ട് തൊഴാം. പിന്നെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം കാണാം. അതും കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഭഗവാൻ വിഷ്ണു ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ടുള്ള ആ രൂപം കാണാം. പിന്നെ അതും കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് അനന്തശായിയായിട്ടുള്ള അനന്തപത്മനാഭസ്വാമീനെ കണ്ട് തൊഴുക. അവിടെയും ധാരാളം പൂക്കളുണ്ട്. വെളുത്ത മുല്ലപ്പൂവും ഒക്കെ ആയിട്ട് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുക. അതൊക്കെ കണ്ട് തൊഴുതു. അതിനുശേഷം നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകു വശത്ത് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം വീണ്ടും നമ്മളിങ്ങനെ വരുമ്പോൾ ശ്രീരാമനും അതേപോലെ ബലരാമനും, അതേപോലെ തന്നെ ഇന്നിപ്പോൾ ബലരാമ ജയന്തിയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും പ്രധാനം തന്നെയാണ് ബലരാമൻ. ഇപ്പോൾ നെന്മിനി ബലരാമ ക്ഷേത്രത്തിലൊക്കെ വളരെ വിപുലമായ പരിപാടികളാണ്. നമ്മളൊരു ദിവസം ഇനി അവിടെ പോയിട്ട് അവിടുത്തെ വീഡിയോ എടുത്ത് തരാം. ഇന്നിപ്പോൾ പോയിട്ടില്ല. അപ്പോൾ അതൊക്കെ കാണാനുണ്ട്. ധാരാളം പരിപാടികളുണ്ട്. അക്ഷയ തൃതീയ ആയിട്ടുള്ളത് ബലരാമ ജയന്തിയാണ്, പരശുരാമ ജയന്തിയാണ്. നമുക്ക് കാണാനുള്ളത് പരശുരാമനും ഉണ്ട് അവിടെ, ബലരാമനും ഉണ്ട്. അപ്പോൾ രണ്ടാളെയും കണ്ട് തൊഴാം. പിന്നെ കണ്ണനെ കണ്ട് തൊഴാം, മുരുകനെ കണ്ട് തൊഴാം. പിന്നെ ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോഴോ ആ ഒരു നാരങ്ങമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കുങ്കുമൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹരിമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ ആ ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഓവിൻ്റെ അവിടെ നിന്ന് കുറച്ച് പടിഞ്ഞാട്ട് മാറിയാൽ താമരക്കണ്ണനെ കണ്ട് തൊഴാം. അതും കഴിഞ്ഞാൽ നേരെ വരുന്നത് ഗ്രില്ലിൻ്റെ അവിടെ വന്ന് കിഴക്ക് വശത്തേക്ക് ഗ്രില്ലിൻ്റെ അവിടെ വന്നാൽ മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ നൃത്താറയിലേക്ക് നോക്കിയിട്ട് പൊന്നുണ്ണിയെ കാണാം. ആ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. വീണ്ടും നമ്മൾ വരുമ്പോൾ കുറൂരമ്മേനെയും കൃഷ്ണാട്ടത്തിൻ്റെ രൂപവും നാരദരെയും അതേപോലെ വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്ത് വന്നിട്ട് നേരെ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. നിർമാല്യത്തിൻ്റെ വാകച്ചാർത്തിൻ്റെ തീർത്തൊക്കെ വാങ്ങി തൊഴുതാം. അങ്ങനെ എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെ നിന്ന് എന്താ പറയുക ചന്ദനച്ചാർത്തൊക്കെ ആവുന്നേ ഉള്ളൂ, കുറച്ച് വഴിക്കുന്നു. അപ്പോൾ എന്തായാലും നെറ്റിപ്പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ കണ്ണെഴുതിയിട്ട് പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട്. അതൊക്കെ കറക്റ്റായിട്ടുണ്ട്.
ബാക്കി ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. നല്ല ചുവന്ന പട്ടൊക്കെ വിധാനമായിട്ട് ഉണ്ട്, ചുറ്റിയിട്ടുണ്ട്. പിന്നെ പുറകു വശത്തെ അലങ്കാരം ഇങ്ങനെ ഒരു നീല ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയെ കണ്ട് തൊഴുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പോരുമ്പോൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പോൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പ്രതീതിയാവും. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ വെണ്ണക്കണ്ണനെ, പൊന്നുണ്ണിക്കണ്ണനെ ഒന്നുകൂടി കാണാം. അങ്ങനെ അത് കഴിഞ്ഞാൽ കൂത്തമ്പലത്തിൽ വന്നിട്ട് തൊഴാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അവിടെ ഇന്നിങ്ങനെ കളപ്പം കൊണ്ടുള്ള അലങ്കാരമൊക്കെ ആവണേ ഉള്ളൂ. അപ്പോൾ അയ്യപ്പസ്വാമീനെയും കണ്ട് തൊഴുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. ഭൂതനാഥനെ കണ്ട് തൊഴുത് പിന്നെ പടിഞ്ഞാറ് വശത്ത് വരുമ്പോൾ ദീപസ്തംഭത്തിലെ ആ വേണുഗോപാല സ്വരൂപം കാണാം. കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കിയാൽ കൊടിമരത്തിലെ ഗരുഡധ്വജനെയും കാണാം. അപ്പോൾ കണ്ട് തൊഴുതോളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ട് തൊഴുതു. എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഇന്നിപ്പോൾ വൈകുന്നേരം ചെട്ടിയാരുടെ അപ്പമൊക്കെ വിതരണം ഉണ്ട് കേട്ടോ. വൈകുന്നേരം ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ 7 മണിക്കൊക്കെ ശേഷമാണ്. വരുന്ന ആളുകളുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങാൻ ശ്രമിച്ചോളൂ. അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം.